പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. സീതാദേവിയെ ഹനുമാൻ കണ്ടെത്തി, സീതാദേവിക്ക് രാമന്റെ മുദ്രമോതിരം കൈമാറി, തുടർന്ന് ലങ്കയിൽ ഉഗ്രനാശം വിതച്ചുകൊണ്ട് തിരിച്ചു ചാടുകയാണ് ഹനുമാൻ. ഹനുമാന്റെ വരവ് കാത്തുകൊണ്ട് അങ്ങ് സാഗരത്തിന്റെ ഇപ്പുറത്ത് 10,000-കണക്കിന് വാനരന്മാർ കാത്തിരിക്കുകയാണ്. കാരണം സുഗ്രീവന്റെ ആജ്ഞയുണ്ട്. ഒരു നിശ്ചിത ഡേറ്റ്, ആ ദിവസത്തിന് മുമ്പ് സീതാദേവിയെ കണ്ടെത്തി എന്ന വാർത്ത ഞാൻ കേട്ടില്ലെങ്കിൽ കൊന്നുകളയും എല്ലാത്തിനെയും. ഇതായിരുന്നു ആജ്ഞ. ലോകപ്രശസ്തമാണ് സുഗ്രീവന്റെ ആജ്ഞ. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും സുഗ്രീവൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഹനുമാന്റെ മനക്കരുത്തിലും കൈക്കരുത്തിലുമായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. എന്നാൽ ആ പ്രതീക്ഷയെ ഹനുമാൻ തെറ്റിച്ചതുമില്ല. ഇതൊരു വലിയ തത്വമാണ്. നമ്മെ പ്രതീക്ഷിക്കുന്നവരുണ്ടാവാം. ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്നയാളെ ഞാൻ പ്രതീക്ഷിക്കുന്നു, എനിക്കൊപ്പം അയാൾ ഉണ്ടാവും. ആ പ്രതീക്ഷയെ ഒരിക്കലും നാം തെറ്റിക്കരുത്. അത് നമ്മുടെ സഹോദരങ്ങളാവാം, നമ്മുടെ മക്കളാവാം, നമ്മുടെ സുഹൃത്തുക്കളാവാം, ആരുമാവാം. നമ്മളിൽ പ്രതീക്ഷിക്കുന്നു അവർ, ഞാനുണ്ടാവും, അല്ലെങ്കിൽ ഇദ്ദേഹം ഉണ്ടാകും. ആ പ്രതീക്ഷയെ തെറ്റിക്കുമ്പോഴാണ് ബന്ധങ്ങൾ തകിടം മറിഞ്ഞു പോകുന്നത്. പ്രതീക്ഷക്കൊത്തുയരണം, പക്ഷേ നിറവേറ്റാൻ പറ്റുന്ന പ്രതീക്ഷകളെ മാത്രമേ പ്രതീക്ഷിക്കുവാനും പാടുള്ളൂ. എന്തുമങ്ങ് കൊടുത്തു കളയാം എന്ന് ദശരഥൻ പറഞ്ഞതുപോലെ പറയാനും പാടില്ല. ദശരഥ മഹാരാജാവ് കൈകേയിയോട് പറഞ്ഞത്, നിനക്കിഷ്ടമുള്ള ഏതു വരവും തരാം. അതെന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കി. മഹാബലി പറഞ്ഞത്, എത്ര വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വാമന നീ അളന്നെടുത്തോളുന്നാണ്. 2 അടി കൊണ്ട് 14 ലോകങ്ങളെയും അളന്നിട്ട് 3-ാമത്തെ അടി ഉയർത്തിയിട്ട് വാമനന്റെ ഒരു ചോദ്യമുണ്ട്, സ്ഥലം എവിടെ മഹാബലിന്ന്? ഈ വിശ്വത്തിന്റെ അധിപനായ മഹാവിഷ്ണുവിനോടാണ് പറഞ്ഞത്, താങ്കൾക്ക് ഇഷ്ടമുള്ള സ്ഥലം എവിടെ വേണമെങ്കിലും അളന്നെടുത്തോളൂ. ചോദ്യങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ഉള്ളതായിരിക്കണം. ഇവിടെ ഹനുമാൻ പ്രതീക്ഷയെ തെറ്റിക്കുന്നില്ല. ആരുടെ പ്രതീക്ഷയെയും ഹനുമാൻ തെറ്റിക്കുന്നില്ല. എല്ലാവർക്കും ഹനുമാൻ പ്രതീക്ഷ നൽകുന്നുണ്ട്. ആ പ്രതീക്ഷയെല്ലാം ഹനുമാൻ വിജയിപ്പിക്കുന്നുമുണ്ട്. അവിടെ ഹനുമാൻ എത്തപ്പെട്ടു. ഹനുമാൻ എത്തപ്പെട്ട ഉടനെ ഹനുമാൻ പറയുന്നത് എന്താണ്? കണ്ടേ ഞാൻ സീതയെ. അത് വലിയൊരു തത്വമാണ്. കണ്ടേ ഞാൻ സീതയെ. സീതയെ ഞാൻ കണ്ടു എന്നല്ല പറയുന്നത്, കണ്ടേ ഞാൻ സീതയെ. എന്തുകൊണ്ട്? കാണുക എന്നതാണ് ഏറ്റവും വലിയ കർമ്മം. അവിടെ എന്തിനാണ് പറഞ്ഞയച്ചത്? വാനരസൈന്യത്തെ സീതയെ കണ്ടെത്തുക. അപ്പൊ കാണുക എന്ന കർമ്മമാണ്. രണ്ടാമതാണ് സീതയെ. സീതയെ കാണലാണ് ഏറ്റവും പ്രധാനം. ആരെങ്കിലും കണ്ടാൽ പോരാ, പക്ഷെ കാണുക. സീത ആരാണെന്ന് എല്ലാവർക്കും അറിയാം. സീതയെ തട്ടിക്കൊണ്ടുപോയ വിവരവും എല്ലാവർക്കും അറിയാം. പക്ഷേ കാണുക, കണ്ടേ ഞാൻ, ഈ വാക്കുകളും ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില പദങ്ങളിൽ മറ്റുള്ളവരുടെ മനസ്സിനെ അങ്ങേയറ്റം മുറിവേൽപ്പിക്കുന്നതും അങ്ങേയറ്റം ആശ്വാസം നൽകുന്നതുമുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു വാർത്ത പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേയറ്റം ടെൻഷനായി നിൽക്കുന്ന ഒരാളോട് ആ വാർത്ത നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അയാൾ ബോധം കെട്ട് വീണുപോയേക്കാം. പറയുന്ന രീതി അങ്ങനെയുള്ള ആളുകളാണ് എങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷവും തോന്നിയേക്കാം. ആ പറയുന്ന രീതി അങ്ങനെയാണ് എങ്കിൽ ഇവിടെയാണ് കണ്ടേ ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. പിന്നീട് ആർക്കും സംശയമില്ല സീതയാണെന്ന്. സീതയെ കണ്ടെത്തുവാൻ വേണ്ടി പോയ ആള് മറ്റേതോ സ്ത്രീയെ ഞാൻ കണ്ടെത്തി എന്ന ആഹ്ലാദത്തോടെ വിളിച്ചു പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. ഹനുമാൻ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു. വലിയ വിശ്വാസത്തോടു കൂടിയാണ് ജാംബവാൻ ഹനുമാനോട് പറയുന്നത്, ഹനുമാനെ, നിന്നെ കൊണ്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നിനക്ക് മാത്രമേ ഇത്ര യോജന ചാടാൻ പറ്റുള്ളൂ. നിനക്ക് ഇന്നിന്നേ കഴിവുകളുണ്ട്. ചെറുപ്പത്തിലെ കഥകളെല്ലാം പറഞ്ഞുകൊടുത്ത് ഹനുമാനെ മോട്ടിവേറ്റ് ചെയ്ത്
ഹനുമാനിൽ ഉറങ്ങിക്കിടന്ന ശക്തിയെ മുഴുവൻ ഇങ്ങോട്ട് ഉണർത്തി ഹനുമാൻ ഇതാ ദൗത്യം പൂർത്തിയാക്കി മടങ്ങി വന്നിരിക്കുന്നു. അത്ഭുതകരമാണ്. അവിടെ മഹാസാഗരത്തെ കുറുകെ കടന്ന് ലങ്കയിലെത്തി സീതയെ കണ്ട് മുദ്രമോതിരം കൈമാറി ലങ്കയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയ സമ്മാനവും നൽകിയിട്ടാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ഹനുമാൻ പറയുന്ന വാക്കുകളും ഹനുമാന്റെ പ്രവൃത്തികളുമെല്ലാം തന്നെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ഏതൊരാളും സമാജത്തിന്, ബോസിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്, ഓഫീസില്, ഏത് മേഖലയിലാവട്ടെ അവിടെ കാഴ്ചവെക്കുന്ന അദ്ദേഹത്തിന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും അതെപ്പോഴും പരിഗണിക്കപ്പെടും. നാം ജോലി ചെയ്യുന്ന മേഖലയിൽ നാം സത്യസന്ധമാണ്, നാം സമർപ്പണ ബുദ്ധിയുള്ളവരാണ്, നമ്മുടെ പ്രവർത്തനം ആ കമ്പനിയുടെ സകല ശ്രേയസ്സിനും കാരണമാണ്, താൻ ഉയരുന്നതോടൊപ്പം താൻ ജോലി ചെയ്യുന്ന ആ സ്ഥാപനവും ഉയരണം എന്ന ആഗ്രഹത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ്, അത്തരം ആളുകൾ പെട്ടെന്ന് കയറി മേലേക്ക് പോകും. ഭഗവാൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഉയർത്തണം, എന്നെ നീ ഉയർത്തണം. പരസ്പര ഭാവനയോടുകൂടി നീ എന്നെയും ഞാൻ നിന്നെയും ഉയർത്തിക്കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും പരമമായ ശ്രേയസ്സിനെ പ്രാപിക്കാം. ഇവിടെ ഹനുമാൻ എല്ലാവരെയും ഉയർത്തുകയാണ്. വാനര സൈന്യത്തിന് അങ്ങേയറ്റം അപമാനമാകുമായിരുന്നു സീതാദേവിയെ കണ്ടെത്തിയില്ല എങ്കിൽ. പക്ഷേ മുഴുവൻ വാനരന്മാരുടെയും മാനത്തെയാണ് രക്ഷിച്ചിരിക്കുന്നത്. ആര്? ഹനുമാൻ. 1893 പരംപൂജനീയ വിവേകാനന്ദ സ്വാമികൾ ചിക്കാഗോയിൽ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളെല്ലാം തന്നെ മുഴുവൻ ഭാരതത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായി തീർന്നു. മുഴുവൻ ഭാരതീയ തത്വചിന്തകളുടെയും സിംഹഗർജനമായി തീർന്നു. ഒരൊറ്റ വിവേകാനന്ദനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ലോകത്തിലെ ഏറ്റവും മഹത്തായത് ഹിന്ദു ധർമ്മമാണെന്ന് അവിടെ സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്തുകൊണ്ട് കഴിഞ്ഞു? അദ്ദേഹത്തിന് ഭാരതത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. ഭാരതീയ ഋഷി പരമ്പരയ്ക്ക് അദ്ദേഹത്തിലും വിശ്വാസമുണ്ടായിരുന്നു. സർവ്വസാധാരണ ഭാരതീയ സമൂഹം അന്ന് വിവേകാനന്ദ സ്വാമികളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. സായിപ്പിന്റെ നാട് കീഴടക്കി വന്നതിന് ശേഷമാണ് വിവേകാനന്ദനെ നമ്മളെല്ലാവരും അംഗീകരിക്കുവാൻ തുടങ്ങിയത്. ഇവിടെയാണ് ഹനുമാൻ എന്ന ഒരു വ്യക്തി വാനരന്മാരുടെ കൂട്ടത്തിൽ നിന്നും വാനരസേനയുടെ മൊത്തം പ്രൗഢിയെ, അല്ലെങ്കിൽ അവരുടെ ജീവനെ, അവരുടെ മാനത്തെ എല്ലാം രക്ഷിച്ചു. അങ്ങനെ രക്ഷിക്കുവാൻ കഴിയുന്നവർ ഇന്നും നമ്മുടെ സമാജത്തിലുണ്ട്. ഒരു രാഷ്ട്രത്തിന്റെ അഭിമാനത്തെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒന്നോ രണ്ടോ ആളുകൾ, ചിലപ്പോൾ സൈന്യത്തിൽ അത്ര ആളുകളെ കുറിച്ച് നമ്മൾ നിരന്തരം പഠിച്ചു വരുന്നുണ്ട്. അത്തരം ശാസ്ത്രകാരന്മാരെ കുറിച്ച്, അത്തരം വ്യക്തികളെ കുറിച്ച് ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് ഹനുമാൻ എന്ന് പറയുന്ന ഉജ്ജ്വലമായ വ്യക്തിത്വം തന്നെ ഏൽപ്പിച്ച കടമകളിൽ ചെറിയ കടുക് മണിയുടെ വ്യത്യാസം വരുത്താതെ കടമയെ നിരന്തരം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എത്ര സാഹസികമായ പ്രവൃത്തികളും ചെയ്തുകൊണ്ട് ലക്ഷ്യബോധം മറക്കാതെ ആ ലക്ഷ്യത്തിൽ എത്തിപ്പെടുവാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിക്കുന്ന ഹനുമാൻ എല്ലാ കാലഘട്ടത്തിലും ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും പ്രസക്തമാണ്. ഇതാണ് ഇന്നത്തെ തത്വവിചാരം. മറ്റൊരു വിചാരവുമായിട്ട് നമുക്ക് നാളെ സംവദിക്കാം. ജയ് ശ്രീറാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.